ബന്ധത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഒരു തരത്തിലുള്ള ബന്ധുവായിട്ട് ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ പത്മജ പോയി. ഇത് കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് തെരഞ്ഞെടുപ്പിനെ പറ്റി പറ. ഇവിടെ ആർക്കാണ് ജയസാധ്യത? തൃശ്ശൂരാണ് ഗോപി തന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സുരേഷ് ഗോപി തന്നെ ജയിക്കുന്നതാണ് എനിക്ക്. ഇപ്പൊ വിശ്വാസമായല്ലോ. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ആർക്കാണ് ജയസാധ്യത? അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി തന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഒരാൾ അങ്ങനെ അതായത് സുരേഷ് ഗോപി തന്നെ ജയിക്കുന്നതാണ് എനിക്ക്. അത് മാത്രം അറിയാം. ഈ ചതിക്ക് ശക്തമായി ഞങ്ങൾ പകരം ചോദിക്കും. ഈ പറയുന്ന എന്റെ സഹോദരൻ 3 പാർട്ടിയുടെ പ്രസിഡന്റ് ആയ ആളാ. ഞാൻ ഒരു പാർട്ടിയിലും നിന്നിട്ടില്ല ഇതുവരെ. നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഈ പലരും പഴയ കോൺഗ്രസ്സുകാരാണ് BJP-യിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണ്. അതിപ്പോ പ്രത്യേകം പറയാൻ. ഷാഫി പറമ്പിൽ അതിന് മറുപടി നൽകിയത് കരുണാകരന്റെ മകൾ അങ്ങനെ പറയരുതായിരുന്നു എന്നാണ്. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊട്ടി മുളച്ച ഈ ചാനലിൽ ഇരുന്നൊക്കെ വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട് നേതാക്കളായവരാണ്. പത്മജ വേണുഗോപാൽ എന്നെ TV-യിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പറയുന്ന സമയത്ത് എന്റെ പത്രസമ്മേളനം നടക്കുന്നത് ഞാനൊരു നിരാഹാര പന്തലിരിക്കും. പത്മജ വേണുഗോപാൽ എപ്പോഴെങ്കിലും ആഹാരം വേണ്ടെന്ന് വെച്ചത് ബോഡി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ പത്മജയെ പേടിയുണ്ട്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ലെഗസി മുരളിക്ക് മാത്രമേ ഉള്ളൂ, പത്മജയ്ക്ക് ഇല്ലെന്ന്. ഇതാണ് പൊളിറ്റിക്കലി തന്തയില്ലായ്മ എന്ന് പറയുന്നത്. ഈ തന്തക്കിളി മത്സരത്തിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നുള്ളതാണ് ഇപ്പൊ വിഷയം. കെ കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ BJP-ക്ക് കിട്ടിയെന്ന് പറയും. അത് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ്. ഷാജി കേട്ടാ ഇവിടെ തന്നെ ചതിച്ചവർക്ക് തിരിച്ചൊരു പണി കൊടുത്തു പത്മജ. അത് നല്ലതാ. പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ. പത്മജ വേണുഗോപാൽ ഇന്ന് പാർട്ടി വിടുമ്പോൾ പറഞ്ഞ കാര്യം അതാണ്. എന്നെ കൂടെ നിന്ന് കാലുവാരിയ 5-6 പേരുണ്ട്. അത് ശരി. അപ്പൊ അതായിരുന്നു ഉള്ളില്. നേരത്തെ നികേഷ് സാർ പറഞ്ഞതുപോലെ പൊട്ടിയതും ചളുങ്ങിയതും ഒക്കെ BJP-യിലേക്ക് പോകുന്നു. പത്മജ വേണുഗോപാൽ അങ്ങനെ ഒരു പൊട്ടിച്ചളുങ്ങിയ പാത്രമൊന്നുമല്ല. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. ഞങ്ങളുടെ ഒരു മൂത്ത സഹോദരിയെ പോലെയാണ് അവരെ ചേർത്ത് നിർത്തിയത്. ഇത് പറഞ്ഞാ പോരാണോ? ഇല്ലെങ്കിൽ ഇവന്റെ എഴുതി കൊടുത്തു വിട്ടാ പോരാ. അത് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ പറഞ്ഞോളാം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എന്തിനാണ് ഷാഫീനെ കൊണ്ട് അവിടെ നിർത്തിയിട്ടില്ലെന്ന് മനസ്സിലായ? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഒരു വഴിക്ക് 2 വർഷം അയാളും ജയിച്ചു പോക്കോളും, ഇയാളെ MLA ആയിക്കോളും. ഇപ്പൊ മനസ്സിലായാന്ന്. കരുണാകരന്റെ മകളായോണ്ട് ഇത്രയും നാളും പിടിച്ചു നിർത്തും. അതിന് മുകളിൽ തന്നെ എപ്പോ പോകുന്നുള്ളതാണ് അറിയേണ്ടത്. കാണിച്ചു തരാം. ജാതക പ്രകാരം ഈ സമയം നോക്കണം, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.